എന്നെ മാക്സിമം ദ്രോഹിക്കാന്നായിരുന്നു കലാവതിയും മഹേന്ദ്രനും സിഐ കൊടുത്ത ടാർഗറ്റ്. അതയാൾ നന്നായിട്ട് ചെയ്തു. ആകാശ് ഇപ്പോഴും കലയമ്മയെ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നെ. ഈ കാര്യത്തില് കലയമ്മയും മഹേട്ടനും നിരപരാധികളാ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിങ്ങൾക്കൊക്കെ അവരുടെ കള്ളക്കളി മനസ്സിലാവുന്നില്ലല്ലോ. അതാണ് അതിശയം. ഹോസ്പിറ്റലിൽ വെച്ച് എല്ലാ കാര്യവും ഞാൻ അനക്കോട് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ആകാശ് വന്നിട്ട് നീ എന്താ മാറി നിൽക്കുന്നെ? വാ വരാൻ. ഇനി നിങ്ങൾ തമ്മിൽ ആവശ്യമില്ലാത്ത പിണക്കങ്ങളൊന്നും ഉണ്ടാവരുത്. മനസ്സിൽ എന്തേലും കരട് വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കണം. ഞാൻ വന്നിരിക്കുന്നത് തുറന്ന മനസ്സോടെയാ. അതെ, ഊണിന് സമയമായി. ആളുകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങും. ഞങ്ങൾ എന്നാ അങ്ങോട്ട് നീങ്ങട്ടെ. നിങ്ങൾ രണ്ടാള് സംസാരിച്ചിരിക്കെ. വാ, എല്ലാം സെറ്റാക്ക് ചേച്ചി. താൻ കുറച്ചുകൂടെ ബോൾഡ് ആവണമെന്ന് ഒറ്റ ആഗ്രഹമല്ലാതെ എനിക്ക് നിന്നോട് ഒരു പരിഭവവും ഇല്ല. എല്ലാ പെണ്ണുങ്ങളും അനുഗേച്ചി പോലെ ആവില്ലല്ലോ. എടോ, താൻ അങ്ങനെ ആവണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. ആകാശേട്ടന്റെ ഫോണൊന്ന് എനിക്ക് തരുമോ? ഒരു കോള് വിളിക്കാനാ. അല്ല അഖില, ഞാൻ ലോക്ക് അയച്ചു തരാം. വേണ്ട. നിമിഷം മുതൽ ആകാശേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ബോൾഡ് ആവുക. ഒരുപാട് വേദനയോടെ കുട്ടിക്കാലം മുതൽ എന്റെ മനസ്സിലുള്ള സ്നേഹം ഞാൻ ഇവിടെ ഉപേക്ഷിക്കാം. അഖില, അഖില, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഫോണിന്റെ പാസ്വേഡ് മാറ്റാത്തത് എനിക്ക് പറ്റിയ മണ്ടത്തരം. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല, അമൃതേശി പോലും. ആതിരയുടെയും ആരാധ്യയുടെയും ട്രെയിനിങ് തടയാനാണ് കലാവതിയുടെ അടുത്ത നീക്കം. ചന്ദ്രേട്ടനെ വട്ട. ആതിരയ്ക്കും ആരാധ്യയ്ക്കും SA സെലക്ഷൻ കിട്ടിയാലേ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് കലാവതിയാ. അതിന് ഞാൻ സാക്ഷിയാ. അവർക്ക് 2 പേർക്കും ഓരോ പൊന്മോതിരങ്ങളാ കലാവതി സമ്മാനമായിട്ട് കൊടുത്തത്. നിങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ കലാവതി അങ്ങനെ പല നമ്പറും കാണിക്കും. ശ്യാമളെ, ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ആരാധ്യയുടെയും ആതിരയുടെയും ട്രെയിനിങ് തടയാൻ കലാവതി പ്ലാൻ ചെയ്യുന്നത് ഞാൻ കേട്ടതാ. ചന്ദ്രേട്ടൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് ചാടി പുറപ്പെടാൻ നിന്നാലേ പണി കിട്ടുന്നത് എനിക്കാ. അറിയാലോ, അന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞതും കേട്ടെ ദിവ്യപ്രഭയുടെ സ്വർണത്തിന്റെ പേരിലെ കല്യാണ സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയത് ഞാനാ. അവസാനം എന്തായെന്ന് അറിയാലോ. അമൃതയുടെ സ്വർണം നഷ്ടപ്പെട്ടില്ലെങ്കിലും ദിവ്യപ്രഭ അണിഞ്ഞിരുന്ന സ്വർണത്തിന്റെ കാര്യത്തിൽ അവിടെ എന്തോ തിരിമറി നടന്നല്ലോ. അപ്പോ ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ അവസാനം പഞ്ചരത്നങ്ങൾ അംബികയും മനഃപൂർവ്വം കള്ളിയാക്കി എന്നുള്ള പഴിയാ അമൃതയ്ക്കും അനിയത്തിമാർക്കും എനിക്കും കേൾക്കേണ്ടി വന്നത്.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.